ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്കിന്ന് റീഡിങ് ചെയ്യാം. സിംഗിൾസ് റീഡിങ്സ്. കുറേ പേരൊക്കെ സിംഗിൾ ആയവരുണ്ട്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് പുതിയ പാർട്ട്ണർ വരുന്നുണ്ടോ, എന്താണ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്, ഓക്കെ, അതാണ് നമുക്ക് റീഡ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഒരു കാർഡ് വീണിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കാണുന്നവർക്ക് അറിയാം, കുറേ പേര് ടാരോ റീഡിങ്സ് കാണുന്നവരും പഠിച്ചവരൊക്കെ ഉണ്ടായിരിക്കും. സ്റ്റാർ മീൻസ് എവേക്കണിങ് ആണ്. 7 സ്റ്റാർസ് ആണ് കാണിക്കുന്നത്. 5 ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് വന്നത് കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് കാർഡ്സ് എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, കാർഡ്സ് നൈറ്റ് ഓഫ് സോഡ്സ് ആണ് തോന്നുന്നു കാർഡ്. യെസ്, ഒരു മിനിറ്റ്. ഓക്കെ, നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ കാർഡ് ചാടി വന്നിട്ട് ഓൾറെഡി നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ആക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അത്രയും ഫാസ്റ്റ് ആക്ഷൻ എനിക്ക് തോന്നുന്നു സിംഗിൾസായി കാണുന്നവരാണെങ്കിൽ, സിംഗിൾ ആണെങ്കിൽ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് പാർട്ട്ണർ പെട്ടെന്ന് ഓടി അത്രയും ഫാസ്റ്റിലാണ് വരുന്നത്. ഒരു 3 കാർഡ് കൊണ്ട് എടുക്കാം. 3 ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. ഓക്കെ, ഒരു റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് വാൻസ്. ഓക്കെ, കിങ് ഓഫ് പെൻഡക്കിൾസ് എടുക്കാം, അത് ഓപ്പണായി വന്നിട്ടുണ്ട്. ബോട്ടം എന്താണ്? 8 ഓഫ് വാൻസ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. 8 ഓഫ് വാൻസിൻ്റെ അർത്ഥം നമ്മളുടെ അടുത്തേക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ 8 ഇപ്പോൾ മാട്രിമോണിയിൽ കൊടുക്കുന്ന 8 അലയൻസ് വരാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ 8 പേരുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ ഒരാളെ ചൂസ് ചെയ്യണം. അപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നത് വളരെ കൂടി തുടങ്ങി അല്ലേ. ഓക്കെ, അപ്പോൾ റീഡ് ചെയ്യാം. അപ്പോൾ സിംഗിളിൻ്റെ കേസ് ആണെങ്കിൽ സ്റ്റാർ കാർഡ് ഉണ്ട്. ആ സ്റ്റാർ കാർഡ് മാത്രമാണ് മേജർ ആർക്കാന കാർഡ്സ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ മൈനർ ആർക്കാന കാർഡ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ബാക്കിൽ ചാരിയറ്റ് ഉണ്ട്, വിക്ടറി, സക്സസ്, ഒക്കെ നല്ല കാർഡ്സ് ആണ്. അപ്പോൾ സിംഗിൾസിൻ്റെ കേസ് ആണെങ്കിൽ കുറേ പേര് സിംഗിൾസ് ഉണ്ടല്ലോ. അപ്പോൾ സിംഗിൾസിൻ്റെ ഒരു സന്തോഷമായ വാർത്ത പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എവേക്കണിങ് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക്, അല്ലെങ്കിൽ ആരും വരുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒതൻറ്റിക് സെൽഫിലേക്ക് എത്തുമല്ലോ. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പാർട്ട്ണർ വരുന്നത്. പുതിയ പാർട്ട്ണർ ഡെഫിനറ്റ് ആയിട്ട് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡ്സ്, 8 ഓഫ് വാൻസ്, ഇതൊക്കെ കാണിക്കുന്നത് ഫാസ്റ്റായി വരുന്നതാണ്. ഇതിപ്പോൾ കാണുന്നവർ മെയിൽ ഉണ്ടായിരിക്കാം, ഫീമെയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മെയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ഒന്നുകൂടി ബിസിനസ് അല്ലെങ്കിൽ അറ്റ് സൈൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ബിസിനസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ്, കൊളാബറേഷൻസ്, ഇതൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. 3 ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്, കിങ് ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. കാരണം പെൻഡക്കിൾസ് എനർജി ഉണ്ട്, എർത്ത് സൈൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് സോഡിയക് സൈൻസ് ആദ്യം ഞാൻ പറയാം. സോഡ്സ് ഉണ്ട്, വാൻസ് ഉണ്ട്, പെൻഡക്കിൾസ് ഉണ്ട്. കപ്സ് ആണ് ഇല്ലാത്തത്. ദാറ്റ് മീൻസ് വാട്ടർ സൈൻ കാണിക്കുന്നില്ല. എയർ സൈൻ ഉണ്ട്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആവാം, അല്ലെങ്കിൽ എർത്ത് സൈൻ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആവാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വാൻസ് പറഞ്ഞല്ലേ, സോഡ്സ്, എയർ സൈൻസ് ആയിരിക്കാം. ജെമിനി, ലീബ്ര, എക്യൂറിയസ് ആയിരിക്കാം ഉള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാർഡ്സിലേക്ക് വരാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പാർട്ട്ണർ നല്ല അബണ്ടൻ്റ് ആയിട്ട്, ദാറ്റ് മീൻസ് അവർ പെട്ടെന്ന് അബണ്ടൻ്റ് അല്ല, അവർ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, വെൽത്തി ഫാമിലിയിൽ നിന്ന് ഒരു അലയൻസ് വരാനാണ് ചാൻസസ് കൂടുതൽ. കാരണം കിങ് ഓഫ് പെൻഡക്കിൾസ് ആണ്, ഒരു പൈസ കണ്ടു വളർന്ന ആൾക്കാരാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. കിങ് ഓഫ് വാൻസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ അത്രയും പവർ, അതോറിറ്റി, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ ഇരിക്കുന്നത്. കണ്ടോ, അത്രയും പവർ. അവരൊരു കാര്യം ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവർ വാൻസുമേ 3 പ്ലാന്റ് ആണ് ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അത്രയും ഗ്രോത്ത് ആൻഡ് സക്സസ് ഒക്കെ ഉള്ളൊരു പേഴ്സണാണ് വരാൻ ചാൻസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർ കാർഡ് ഉണ്ട്. സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സ്റ്റാർ ആവാനും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആവാനുള്ള ചാൻസസ് ഉണ്ട്. ആ സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും അറിയപ്പെടുന്നത് ഇപ്പോൾ യൂട്യൂബിലും ഇതിലൊക്കെ അറിയപ്പെടുമല്ലോ പെട്ടെന്ന് തന്നെ അല്ലേ. അപ്പോൾ അത്രയും നല്ല ഫേമസ് ആയ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അത് അവരുടെ ക്യാരക്ടർ കൊണ്ടായിരിക്കാം, അവരുടെ കഴിവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വെൽത്ത് കൊണ്ടായിരിക്കാം. അങ്ങനെ നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണ് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കുറേ ചോയ്സസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 8 ഓഫ് വാൻസ്, 8 ചോയ്സസ് വരുമ്പോൾ പിന്നെ നിങ്ങളും കൺഫ്യൂസ് ആവും, ഇതിൽ ഏതെടുക്കണം. എല്ലാം 8ഉം നല്ലതാണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി എങ്ങനെയാണോ, നിങ്ങളുടെ കോൺസെപ്റ്റ് എങ്ങനെയാണോ, അതും അനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചക്ര, ക്രൗൺ ചക്ര, ഇൻറ്റ്യൂഷൻ, ഇതൊക്കെ നന്നായിട്ട് വർദ്ധിക്കാനുള്ള ചാൻസസ് ഉണ്ട്.
നമ്മുടെ സബ് കോൺഷ്യസ് എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൻ്റെ എൻട്രി വഴി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ബ്രെയിൻ ലൈക്ക് നിങ്ങൾക്ക് ഹീലിങ്ങിലേക്ക് പോകാനും സ്പിരിച്വൽ ടച്ച് വരാനും നിങ്ങൾ സ്പിരിച്വലായിട്ട് ഡീപ്പർ സ്പിരിച്വൽ നോളേജിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ള ഒരു ചാൻസസ് കാണിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ നിങ്ങൾ മാരേജിന് ശേഷം രണ്ടുപേരും കൊളാബറേഷൻസ് ഒക്കെ ചെയ്ത് ബിസിനസ് ഫീൽഡിലേക്ക് പോകാനും അത് സക്സസ് ആവാനും ചാൻസസ് വളരെയധികം ഉണ്ട്. കാരണം 6 ഓഫ് വാൻഡ്സ് ഉണ്ട് ബോട്ടമിൽ, വിക്ടറി സക്സസ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ് കാണിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾ ഈ സിംഗിൾസ് മീൻസ് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ വരാനാണോ ചാൻസസ് ചോദിക്കുകയാണെങ്കിൽ അതും ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഓടി വരാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഓൾഡ് അല്ലെങ്കിൽ ന്യൂ പേഴ്സൺ ആണ് വരാൻ ചാൻസസ് കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ കുറേ പേരുണ്ടാവും, കുറേ പേരുടെ എനർജി വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത് പെൻറ്റക്കിൾസ് എനർജി. പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ എർത്ത് സയൻസ് എപ്പോഴും ഭയങ്കര പേഷ്യൻസ് ആയിരിക്കും, ഗ്രൗണ്ടഡ് ആയിരിക്കും അവർ. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു കാർഡാണ് കാണിക്കുന്നത്. ചാരിയറ്റ് കാർഡ്സ് ഒക്കെ ഉണ്ട്. ട്രാവലിംഗ് മേ ബി നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ട്രാവൽ ചെയ്യാനും മീറ്റ് ചെയ്യാനും ഇൻറ്റ്യൂഷൻ പവർ കൂടാനും ഒക്കെ ചാൻസസ്. ഇതിൽ കൂടുതലായിട്ടും കാണുന്നത് ഒരു ട്രാവലിങ്ങിനെയും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഓഫ് സോൾസ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പാസ്റ്റ് പേഴ്സണെയാണ് നിങ്ങൾ നോക്കിയിരിക്കുന്നതെങ്കിൽ 5 ഓഫ് സോൾസ് പറഞ്ഞ ഫൈറ്റിംഗ്, മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഇതൊക്കെയാണ്. ഇത് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു ഇഷ്യൂസ് കംപ്ലീറ്റ്ലി കഴിഞ്ഞ് പുതിയ ഫ്രഷ് സ്റ്റാർട്ട് പോലെ അവർ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞു പോയി. ഇനി നിങ്ങൾ തമ്മിൽ അങ്ങനെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ നല്ലൊരു തുടക്കത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം അതാണ് മനസ്സിലായത്. കാരണം 2 കാർഡ്സിൻ്റെ ഇടയിലും അതും ഈ ഒരു റിവേഴ്സ് വന്ന കാർഡ് വളരെ ബാഡ് കാർഡ് റിവേഴ്സ് വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ 5 ഓഫ് സോൾസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല രീതിയിൽ അവർ തന്നെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഹീൽ ചെയ്തിട്ട് വരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. കാരണം ഇപ്പോഴത്തെ സ്റ്റാർ കാർഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ അൺഹീൽഡ് ആയ പേഴ്സൺ ഹീൽഡായി വരുന്നതാണ്. കുറച്ച് പേർക്ക് പുതിയ പേഴ്സൺ ആണ്. ഓക്കെ, അതും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത്. സോ സിംഗിൾസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ പുതിയ പേഴ്സൺ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. പിന്നെ ടൈം പീരീഡ് ചോദിക്കുകയാണെങ്കിൽ വാൻസ് ആണ്. 1 2 3 വാൻസും 1 2 സോട്സ് 2 പെൻറ്റക്കിൾസ്. അപ്പോൾ വാൻസ് ആണ് കൂടുതൽ. ദാറ്റ് മീൻസ് 8ഉം 6ഉം ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിയർലി ഒരു 10 ഡേയ്സ്, ഒരു 8 ഡേയ്സ് 6 days to 8 daysനുള്ളിൽ വരാനുള്ള ചാൻസസ് ആണ് കാണിക്കുന്നത്. കാരണം അത്രയും ഫാസ്റ്റ് നമുക്ക് കാർഡ്സ് എടുക്കുമ്പോൾ തന്നെ നൈറ്റ് ഓഫ് സോട്സ് കാർഡ് വീണല്ലോ. ദാറ്റ് മീൻസ് അത്രയും ഹെവി എനർജി. ദാറ്റ് മീൻസ് അതും അതിൻ്റെ അർത്ഥം നൈറ്റ് ഓഫ് സോട്സ് ആണ് അവർക്ക് ക്ഷമയില്ല, എടുത്ത് ചാടി തീരുമാനിക്കുന്ന ഒരു പേഴ്സണാണ് നൈറ്റ് ഓഫ് സോട്സ്. എടുത്ത് കണ്ടോ ഓടി പാഞ്ഞു വരികയാണ്. അപ്പോൾ ആ പാഞ്ഞ എനർജിയാണ് നമുക്ക് കാർഡ്സിൽ വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. അത് അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, നല്ല വെൽത്തി ആയിട്ട് നിങ്ങളും അതിലൂടെ അബണ്ടൻ്റ് ആവാനും നിങ്ങളുടെ റിച്ച് മൈൻഡ് ആവാനും ഒക്കെ ചാൻസസ് ഉണ്ട്. ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് കാണിക്കുന്നത് ഇന്നത്തെ റീഡിങ്. അപ്പോൾ സിംഗിൾസ് ആണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ളൊരു പേഴ്സൺ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പേഴ്സണാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കത് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൻ്റെ രൂപം കൊണ്ടുവരിക, വരയ്ക്കാൻ പറ്റും. നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ഡെയിലി പറയാം ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എൻ്റെ ഡിവൈൻ പാർട്ട്ണറിൽ. അല്ലെങ്കിൽ അവരുടെ പേര് അറിയാമെങ്കിൽ പേര് പറയാം. ഞാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ അട്രാക്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ മാജിക്കിൻ്റെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊരു ഡയറക്ടറും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു പേഴ്സണെ വരച്ചിട്ട് ലാസ്റ്റ് അത് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സൺ ഒരു ലേഡീനെ വരച്ചിട്ട് ലാസ്റ്റ് ആ ലേഡി ആ സെയിം ലേഡീനെ കണ്ട് അവർ പ്രപ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ശരിക്കും മാനിഫെസ്റ്റേഷനാണ് അവിടെ വർക്ക് ചെയ്തത്. ഓക്കെ, നമ്മുടെ വിഷ്വലൈസേഷൻ പവർ. സോ അതാണ് കാണിക്കുന്നത്. അപ്പോൾ സിംഗിൾസിന് വളരെ ചാൻസസ് ഉണ്ട് നല്ലൊരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ. സോ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഈ റീഡിങ്സ് കാണുമ്പോൾ തന്നെ അത് വിഷ്വലൈസേഷൻ ചെയ്യുക, ജസ്റ്റ് സറണ്ടർ ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ടൈം പീരീഡ് പറയുന്നത് 6 to 8 days ആണ് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു. നിങ്ങൾക്ക് ടാരോ റീഡിങ്സോ കോഴ്സസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നതാണ്. ഡിസ്റ്റൻറ്റ് ഹീലിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ഹീലിങ്സ് ആണെങ്കിലും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഹീലിങ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. കോളിങ്സ് ഒന്നും ചെയ്യരുത്, ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. ആവശ്യത്തിന് മാത്രം ലൈക്ക് റീഡിങ്സ് ഉണ്ടെങ്കിൽ മാത്രം
നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നല്ലെങ്കിൽ അത് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീഡിയോ ചെയ്യും, ഇല്ലെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യരുത്, ഞാനത് നോക്കില്ല. കുറച്ചും കൂടി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. കാരണം നമ്മൾ ഹീലിങ്ങിലൂടെ പോകുമ്പോൾ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസസ് നമുക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. സോ ഞാനും ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോകണം, ബീയിങ് എ ഡിവൈൻ ഫെമിനിൻ സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിം. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്സ്, സിംഗിൾസിൻ്റെ റീഡിങ്സാണ് നമ്മൾ റീഡ് ചെയ്തത്. നിങ്ങൾക്ക് റെസനേറ്റഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യെസ് റെസനേറ്റഡ്, താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സിനോ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു കോഡ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ശരിക്കും കമൻറ്റ് ചെയ്യുമ്പോൾ അത് കുറേ പേര് റീഡ് ചെയ്യുമ്പോൾ ആ ഒരു വൈബ്രേഷൻസ് വരിക ചെയ്യും. അതുപോലെ തന്നെയാണ് നെഗറ്റീവായിട്ടും. അതുകൊണ്ടാണ് നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ ദയവേത് ഇടരുത് പറയുന്നത്. കാരണം അത് റീഡ് ചെയ്യുമ്പോൾ ആ എനർജി നിങ്ങളിലേക്ക് തന്നെയാണ് പോവുക. സോ മാക്സിമം ലൈഫിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അട്രാക്ട് ചെയ്യുക. ഓൾവേസ് തിങ്ക് പോസിറ്റീവ്. പോസിറ്റീവായി തിങ്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് പോസിറ്റീവ് തിങ്സ് നമ്മളിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ അതാണ് കാണിക്കുന്നത്. സോ നല്ല രീതിയിലുള്ള പാർട്ട്ണർ, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു അവേക്കനിങ് കൊണ്ടുവരുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ എൻട്രിയിലൂടെ നിങ്ങൾക്കും നല്ല അവേക്കനിങ്ങും വരുന്നുണ്ട്. സ്റ്റാറാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ താങ്ക് യു.